ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 1ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ 15ാമത്തെ പാഠമായ ഒത്തുപിടിച്ചാൽ എന്ന പാഠഭാഗത്തിൻ്റെ കുഞ്ഞെഴുത്താണ്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. പാഠഭാഗം നോക്കിയേ. വായിക്കാം വരയ്ക്കാം. മഴ പെയ്തപ്പോൾ കാട് വീണ്ടും തളിർത്തു. മരങ്ങളിലും വള്ളികളിലും പച്ചപ്പ് നിറഞ്ഞു. കാട്ടരുവി മലകൾക്കിടയിലൂടെ പതഞ്ഞൊഴുകി. ചെടികളായ ചെടികളെല്ലാം പൂത്തു. പക്ഷികൾ പാട്ടുപാടി. പൂമ്പാറ്റകളും തേനീച്ചകളും പൂക്കൾക്ക് ചുറ്റും നൃത്തം ചെയ്തു. മഴ പെയ്തപ്പോൾ കാട്ടിലുണ്ടായ മാറ്റങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെ മാറ്റങ്ങളാണെന്ന് വന്നു നോക്കിയേ. മഴ പെയ്തപ്പോൾ കാട് വീണ്ടും പഴയതുപോലെ തളിർത്ത് ഇലകളെ കൊണ്ട് നിറഞ്ഞു. മരങ്ങളിലും വള്ളികളിലുമെല്ലാം ധാരാളം ഇലകളുണ്ടായി. കാട്ടരുവികൾ മലകൾക്കിടയിലൂടെ ധാരാളം വെള്ളവുമായിട്ട് പതഞ്ഞൊഴുകി. ചെടികളായ ചെടികളെല്ലാം പൂത്തു. പിന്നെ പക്ഷികൾ പാട്ടുപാടി. പൂമ്പാറ്റകളും തേനീച്ചകളും പൂക്കൾക്ക് ചുറ്റും നൃത്തം ചെയ്തു. വിവരണം വായിച്ചല്ലോ. ഇതിന് യോജിച്ച ഒരു ചിത്രം വരയ്ക്കാമോ? മുകളിൽ പറഞ്ഞിട്ടുള്ള കാടിനുണ്ടായിട്ടുള്ള മാറ്റങ്ങളെല്ലാം ചേർത്ത് മക്കൾ മനോഹരമായ ഒരു ചിത്രം അവിടെ വരച്ച് ചേർക്കുക. അടുത്ത നോക്കിയേ. കുഞ്ഞുണ്ണി മാഷിൻ്റെ ഒരു ചെറിയ കവിതയാണ് കൊടുത്തിട്ടുള്ളത്. ഒരു ചെറിയ മരം, അതിലൊരു വലിയ വനം, അതാണെൻ്റെ മനം. അടുത്തൊരു കവിതയാണ്, നോക്കിയേ മക്കളെ. കരടിയും തേനും. കാട്ടുമരത്തിൻ കൊമ്പിൽ തൂങ്ങും തേനീച്ചക്കൂട്. കരടിക്കുട്ടൻ മണം പിടിച്ചു നിറയെ തേനുണ്ടേ. പിടിച്ചു കയറി മുകളിൽ കൊതിയൻ തുറന്നു തേനുണ്ണാൻ. പക്ഷേ വേഗം വലിഞ്ഞിറങ്ങി പായ്വതെന്താണോ? കരടിക്കുട്ട കരടിക്കുട്ടിന് കിട്ടിയതെന്താണോ? കിട്ടിയതെന്തേ തേനല്ല പതുമൂക്കത്തൊരു കുത്താണേ. സുഗതകുമാരി. കരടിക്കുട്ടൻ എന്താ മക്കളെ ചെയ്തത്? തേനീച്ചകൾ അറിയാതെ മരത്തിൽ കയറിയവരുടെ തേനെടുക്കാൻ നോക്കി. ഇത് മനസ്സിലാക്കി തേനീച്ചകൾ എന്ത് ചെയ്തു? അവനെ കുത്തി. കുത്തുകൊണ്ട കരടിക്കുട്ടൻ എന്ത് ചെയ്തു മക്കളെ? മരത്തിൽ നിന്ന് വേഗം ഇറങ്ങി ഓടിപ്പോയി. അടുത്ത് നോക്കിയേ. തേനീച്ചയുടെ കുത്ത് കിട്ടിയ കരടിക്കുട്ടനോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? എന്താണ് മക്കളെ പറയാനുള്ളത്? കരടിക്കുട്ട, നീ എന്തിനാണ് തേനീച്ചകൾ അറിയാതെ അവരുടെ തേനെടുക്കാൻ പോയത്? അതുകൊണ്ടല്ലേ അവർ നിന്നെ കുത്തിയത്. നീ ചോദിച്ചിരുന്നെങ്കിൽ അവർ നിനക്ക് തേൻ തരുമായിരുന്നല്ലോ. നീ അവരോട് കൂട്ടുകൂടണം. നിങ്ങൾ കൂട്ടുകാരായാൽ നിനക്ക് അവർ തേൻ തരും. നിന്നെ കുത്തി വേദനിപ്പിക്കുകയുമില്ല. മക്കൾക്ക് തേനീച്ചയുടെ കുത്തുകൊണ്ട കരടിക്കുട്ടനോട് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഭാവനയിലെ ആശയങ്ങളനുസരിച്ച് എഴുതി ചേർക്കാവുന്നതാണ്. അടുത്ത് നോക്കിയ മക്കളെ. കരടിക്കുട്ടൻ വിടുമോ? തേനീച്ചകളെ പറ്റിക്കണം. തൊട്ടടുത്ത ദിവസം കരടിക്കുട്ടൻ വീണ്ടും തേനെടുക്കാൻ പോയി. തേനീച്ചകളുടെ കുത്തുകൊണ്ട കരടിക്കുട്ടൻ വെറുതെ ഇരുന്നോ മക്കളെ? ഇല്ല. പിന്നെ എന്താ ചെയ്തത്? തൊട്ടടുത്ത ദിവസം തന്നെ എന്ത് ചെയ്തു? വീണ്ടും തേനെടുക്കാൻ വേണ്ടിയിട്ട് പോയി. അടുത്ത് നോക്കിയേ. കരടിക്കുട്ടന് തേൻ കിട്ടിയോ? കഥ പൂർത്തിയാക്കി എഴുതൂ. മരത്തിന് ചുവട്ടിലെത്തിയ കരടിക്കുട്ടനെ തേനീച്ചകൾ കണ്ടു. കുത്തുകൊള്ളാനാണോ നീ വീണ്ടും വന്നത് എന്ന് അവർ കരടിക്കുട്ടനോട് ചോദിച്ചു. അപ്രതീക്ഷിതമായ തേനീച്ചകളുടെ ചോദ്യം കേട്ട് കരടിക്കുട്ടൻ ഒന്ന് പരുങ്ങി. നിങ്ങളുടെ അനുവാദമില്ലാതെ തേനെടുക്കാൻ കയറിയതിന് മാപ്പ് ചോദിക്കാൻ വന്നതാണെന്ന് ബുദ്ധിമാനായ കരടിക്കുട്ടൻ തന്ത്രപൂർവ്വം മറുപടി പറഞ്ഞു. എനിക്ക് തെറ്റുപറ്റിപ്പോയി, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, കരടിക്കുട്ടൻ പറഞ്ഞു. ഇത് കേട്ട തേനീച്ചകൾക്ക് സന്തോഷമായി. അവർ കരടിക്കുട്ടനെ മരത്തിന് മുകളിലേക്ക് ക്ഷണിച്ചു. വേണ്ടുവോളം തേൻ നൽകി. അവരുടെ സ്നേഹം കണ്ട് കരടിക്കുട്ടൻ്റെ മനസ്സലിഞ്ഞു. അവരെ പറ്റിക്കുന്നത് ശരിയല്ലെന്ന് തോന്നിയ കരടിക്കുട്ടന് അവരോട് വലിയ സ്നേഹം തോന്നി. അങ്ങനെ കരടിക്കുട്ടനും തേനീച്ചകളും വലിയ കൂട്ടുകാരായി മാറി. കാടെനിക്ക് അമ്മയാണ്. സുന്ദരിക്കിളിയുടെ വാക്കുകൾ ഓർമ്മയില്ലേ? കാട് ജീവികൾക്ക് എങ്ങനെയൊക്കെയാണ് അമ്മയാകുന്നത്? നോക്കിയേ. ജീവികൾ അവയ്ക്ക് കാട് കൊണ്ടുള്ള പ്രയോജനങ്ങൾ. അതേതാണ്? സിംഹം. സിംഹത്തിന് എന്താണ് കാട് കൊണ്ടുള്ള പ്രയോജനം നോക്കിയേ. ഞങ്ങൾ കാട്ടിലെ ഗുഹകളിലാണ് താമസം. കാട്ടിലെ മൃഗങ്ങളാണ് ഞങ്ങളുടെ ആഹാരം. അതുപോലെ തന്നിട്ടുള്ള ഓരോ ജീവികൾക്കും കാട് കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്താണെന്ന് നമ്മളവിടെ എഴുതി ചേർക്കണം. അത് നോക്കിയേ. പക്ഷികൾ. പക്ഷികൾക്ക് എന്താണ് പ്രയോജനം നോക്കിയേ. ഞങ്ങൾക്ക് വേണ്ടുന്ന ആഹാരവും സുരക്ഷയും തണലും കൂട് വയ്ക്കാനിടവും തരുന്നത് കാടാണ്. അടുത്ത് നോക്കിയേ. പൂമ്പാറ്റകൾ. ഈ കാട്ടിൽ ധാരാളം കാട്ടുപൂക്കളുണ്ട്. അവ നിറയെ തേനാണ്. ആവോളം തേൻ കുടിച്ച് സുരക്ഷിതരായിരിക്കാൻ കാട്ടിൽ കഴിയും. അടുത്ത് നോക്കിയേ. മാൻ. കുടിക്കാൻ കാട്ടരുവിയിൽ ധാരാളം വെള്ളമുണ്ട്. കാട്ടിൽ നല്ല തണലും തണുപ്പുമുണ്ട്. വിശപ്പ് മാറ്റാൻ ഇഷ്ടം പോലെ ഇളം പുല്ലും കാട്ടിലുണ്ട്. അടുത്ത് നോക്കിയേ. അണ്ണാൻ. ഓടിക്കളിക്കാൻ ഇഷ്ടം പോലെ മരങ്ങളുണ്ട്. വിശപ്പ് മാറ്റാൻ ധാരാളം കാട്ടുപഴങ്ങളും കാട്ടിലുണ്ട്. അടുത്ത് നോക്കിയേ. പാമ്പ്. തിന്നാൻ ഇഷ്ടം പോലെ ആഹാരം കിട്ടും. കാട്ടുവള്ളി പടർപ്പുകൾക്കിടയിൽ ചുരുണ്ടുകൂടി കിടക്കാം. അടുത്ത് നോക്കിയ മക്കളെ. കാടില്ലാതായാലോ? കാടില്ലാതായാൽ എന്തൊക്കെയാണ് സംഭവിക്കുക? ചൂട് കൂടും. പുഴകൾ വറ്റി വരളും. മഴയില്ലാതാകും.
ജലക്ഷാമമുണ്ടാകും, മൃഗങ്ങൾക്ക് വംശനാശം ഉണ്ടാകും, വനം ഇല്ലാതായാൽ മൃഗങ്ങളും മറ്റ് വന്യജീവികളും താമസിക്കാൻ സ്ഥലം തേടി മനുഷ്യവാസ കേന്ദ്രങ്ങളിലേക്ക് ഇറങ്ങും. ചിത്രങ്ങൾ ക്രമത്തിലാക്കൂ. കഥ കണ്ടെത്തൂ. ചിത്രങ്ങൾ ക്രമം തെറ്റിച്ചാണ് കൊടുത്തിട്ടുള്ളത്. ആദ്യം മക്കൾ ചിത്രങ്ങൾ ക്രമത്തിലാക്കണം. അതിനുശേഷം അതിൽ ഒളിഞ്ഞിരിക്കുന്ന കഥ കണ്ടെത്തണം. ഒന്നാമത്തെ ചിത്രം തന്നെയാണ് ഒന്നാമത്തെ ഭാഗം. ഏറ്റവും അവസാനത്തെ ചിത്രമാണ് രണ്ടാമത്തേത്. മൂന്നാമത്തെ ചിത്രം തന്നെയാണ് മൂന്നാമത്തെ ഭാഗം. നാലാമത്തെ ഭാഗം രണ്ടാമത്തെ ചിത്രമാണ്. ഇനി നമുക്ക് കഥ എന്താണെന്ന് നോക്കാം. ഒരിക്കൽ കാട്ടിൽ ഇരതേടി ഇറങ്ങിയ ഒരു സിംഹം മരത്തിൽ കെട്ടിയിരിക്കുന്ന 2 ജിറാഫുകളെ കണ്ടു. ഇന്നത്തെ ആഹാരം കുശാലായെന്ന് ചിന്തിച്ച് സിംഹം അവരുടെ അടുത്തേക്ക് നടന്നു. സിംഹത്തെ കണ്ട് പേടിച്ച ജിറാഫുകൾ 2 വശങ്ങളിലേക്ക് ചാടി. ചാട്ടത്തിൻ്റെ വേഗതയിൽ മരങ്ങൾ 2 ഭാഗത്തേക്ക് അകന്നു. കയറുകൾ വലിഞ്ഞു പൊട്ടി. ഈ സമയത്ത് സിംഹം മരങ്ങൾക്കിടയിലേക്ക് ചാടി. കയറ് പൊട്ടിയപ്പോൾ മരങ്ങൾ തമ്മിൽ അടുത്തു. സിംഹം മരങ്ങൾക്കിടയിൽ കുടുങ്ങി. ജിറാഫുകൾ ഓടി രക്ഷപ്പെട്ടു. ഈ പാഠഭാഗത്തെ എല്ലാ പഠന പ്രവർത്തനങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് ഉപയോഗപ്രദമായെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം. ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുകയും വേണം. ഇനി അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു പാഠവുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക്